എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്ഥിരം ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ പുറത്താണ്. ഇവിടെ അതിഭീകര മഴയാണ്. എൻ്റെ ഇരിക്കുന്ന കൂതറ മൈക്കാണ്. അപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. അപ്പോൾ നല്ലവരായ നാട്ടുകാർ ഈ പരിമിതികളെല്ലാം ക്ഷമിച്ചിട്ട് നമ്മൾ പറയുന്ന കണ്ടന്റിനെ മാത്രം ശ്രദ്ധിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് മുമ്പേ ദെയർ ഫോർ ഐ ആം എന്ന് പറയുന്ന ക്ലിനിക്കിൽ പോയിട്ട് അവരൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ആ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ പോലെ ചില ട്രീറ്റ്മെന്റുകൾ നടത്തിയപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ മുഖത്ത് കറുത്ത് കരിവളിച്ച് കരികട്ട പോലെ ആയി എന്നാണ് പറയുന്നത്. കറുത്തിരിക്കുന്നതും വെളുത്തിരിക്കുന്നതും ഒരു തെറ്റല്ല. നമ്മൾ കാണാൻ ഒരു ചന്തമുണ്ടോ, നമ്മൾക്ക് വൃത്തിയും മെനയും ഉണ്ടോ, നമ്മളുടെ സ്വഭാവം നല്ലയാണോ എന്നൊക്കെ നോക്കിയാൽ മതി. എന്നാലും അവരൊരു ബ്യൂട്ടി വ്ളോഗർ ആയിരുന്നു. പല പല സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അവര് അവര് ഒരു സംഭവമാ. അതുകൊണ്ട് ഇവര് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. ബില്ല് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ പരാതി. ബില്ല് കൊടുത്തില്ല, അധികം പൈസ മേടിച്ചവരെ കബളിപ്പിച്ചു, വഞ്ചിച്ചു, അവഹേളിച്ചു എന്നായിരുന്നു പരാതി. പക്ഷെ ഇവരിട്ട പോസ്റ്റിനകത്ത് മറ്റു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡോക്ടറിന് സർട്ടിഫിക്കേഷൻ ഇല്ല, വ്യാജ ഡോക്ടർ, വ്യാജ ഡോക്ടർ, വ്യാജ ഡോക്ടർ, ഓർഡർ 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 എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ കേരള മെഡിക്കൽ കൗൺസിലൊന്നും ഇവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സുനാപ്പി ഇല്ല എന്നാണ് കല്യാണി ഇന്നലെ ഇട്ട പോസ്റ്റിനകത്ത്. അങ്ങനെ ഈ ഡോക്ടറിനെതിരെ കല്യാണി ഒരു FIR ചാമ്പി കൊടുത്തിട്ടുണ്ട്. ഒരു കേസ് കൊടുത്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് FIR വേണം. ഈ FIR ഞാൻ ദേവ് ഡീകോഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുകയും നമ്മൾ ഇവിടുന്ന് അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ FIR ഞാൻ പരിപൂർണമായിട്ടും വായിച്ചില്ല. ആദ്യം ഫസ്റ്റ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് FIR നോക്കാം. നിലൂഫർ, ഡോക്ടർ ഫാത്തിമ നിലൂഫറിനെതിരെ കല്യാണി, മൈ വേ ബൈ കല്യാണി ഇട്ട FIR വായിക്കാം. ഒന്നാം പ്രതിക്ക് ആവലക്കാരിയെ ചതിച്ചു വഞ്ചിച്ച് അന്യായമായി ധനലാഭവും ആവലാതിക്കാരിക്ക് അന്യായ ധനനഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒന്നാം പ്രതി നടത്തിവരുന്ന കുറവൻകോണം ഭാഗത്തുള്ള ദെയർ ഫോർ ഐ ആം നിലൂഫർ എസ്തറ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ, ഇത്രയും വലിയ പേരാണത്. ദെയർ ഫോർ ഐ ആം മാത്രമല്ലല്ലേ, നിലൂഫർ എസ്തറ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടെ ഉണ്ട്. അതാണ് പരിപൂർണമായ നാമം. ഓക്കെ. സ്ഥാപനത്തിൽ ചികിത്സയ്ക്കായി വന്ന ആവലാതിക്കാരിയോട് ലണ്ടനിലെ കിങ്സ് യൂണിവേഴ്സിൽ നിന്നും MSc ഡെർമറ്റോളജി ബിരുദമുണ്ടെന്നും അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജി USA യിൽ നിന്നും കോസ്മെറ്റിക് കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസേഷൻ നേടിയെന്നും കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം അനുമതിയുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു. ഡോക്ടർ, എൻ്റെ ഇവിടെ എന്തോ ഒരു കറുപ്പ് കേട്ടോ, എന്തോ ഒരു കറുപ്പ്, കാലാകാലങ്ങളായിട്ടുള്ള കറുപ്പ്. ഈ കറുപ്പുണ്ടല്ലേ, ഇരിക്കും കറുപ്പ് നമുക്ക് നോക്കാം. ഞാൻ അമേരിക്കയിൽ നിന്നും ഡെർമറ്റോളജിയിൽ കെമിസ്ട്രിയിൽ സുനാപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ നിന്നും ആ സുനാപ്പിയിൽ മറ്റേ സുനാപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ പൊങ്ങച്ചം പറയുമായിരുന്നു അവരെവിടെ ഇരുന്ന്. നമ്മളൊരു ഡോക്ടർ, ഭയങ്കര പനിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോവാ. സാറ് MBBS ആണോ? ഇന്ത്യയിൽ നിന്നാണ് എടുത്തത്, ഉക്രൈനിൽ നിന്നാണ് എടുത്തത്? അത് ചൈനയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പാകിസ്ഥാനിൽ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? അല്ല, പറയൂ എവിടെ നിന്നാണ്? വിദ്യാഭ്യാസ രേഖ കാണിക്കൂ എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ ചോദിക്കുന്നത് തെറ്റല്ല, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പറയാറില്ല. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. എനിക്ക് പോയാ 2025 ഒക്ടോബർ മാസം മുതൽ 2026 മെയ് മാസം 6-ാം തീയതി വരെ ഒന്നാം പ്രതിയുടെ സ്ഥാപനത്തിൽ ചികിത്സ നടത്തിയ ചികിത്സാ രേഖകളും ബില്ലുകളും ആവശ്യപ്പെട്ട് 30/5/2035 നിങ്ങൾ അന്ന് 1-ാം തീയതി സ്റ്റേഷനിൽ പോയി നിൽക്കില്ലേ പറഞ്ഞേ? ഇപ്പൊ അത് 30/5 ഓക്കെ, അതെന്തോ ആട്ടെ, നമ്മൾ ഇനി തീയതിയിലേക്കൊന്നും പോകുന്നില്ല. വൈകുന്നേരം 3 മണിയോടെ സ്ഥാപനത്തിൽ നിന്നും ഭർത്താവിനോടും മകനോടും ഒപ്പം എത്തിയ ആവലാതിക്കാരിയെ 2-3 പ്രതികൾ ചേർന്ന് സൺ ഓഫ് എ എന്നും അസഭ്യ വാക്കുകൾ പറഞ്ഞ് കൊന്നുകളയുമെന്നും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ ഭർത്താവിന്റെ ജോലി കളയുമെന്നും കള്ളക്കേസിൽ കുടുക്കുമെന്നും പറഞ്ഞ് സ്ഥാപനത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന സമയം
അനുവദനീയമല്ലാത്ത 2ഉം 3ഉം പ്രതികൾ ഫോണിലൂടെയും ടാബിലൂടെയും ആവലാതിക്കാരിയുടെ ഫോട്ടോസും വീഡിയോസും ചികിത്സയുടെ ആവശ്യത്തിനെന്ന പറഞ്ഞ് എടുത്ത് ബില്ലുകൾ ചോദിച്ച സമയം ആവലാതിക്കാരിയുടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ജസ്റ്റ് വെറുതെ ഒരു തമാശയ്ക്കാന്ന് ചോദിച്ചോട്ടെ, നിങ്ങളല്ലേ അവിടെ പോയി മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് അവരുടെ ഫോട്ടോയും വീഡിയോ എടുത്തേ? ഇപ്പോ എന്നിട്ട് ആ സാധനം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ പുറത്തു വിട്ടില്ലായിരുന്നോ? അപ്പൊ ഇതിനകത്ത് ആവലാതിക്കാരി ആരാ? അവരോ നിങ്ങളോ? അല്ല, എനിക്ക് പരിപാടി മനസ്സിലായില്ല. ഫോണിലൂടെയും ടാബിലൂടെയും എനിക്ക് ഇത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫോണിലും ടാബിലും വീഡിയോ എടുക്കണം. എനിക്ക് എൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മുതലായ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിച്ച് കൂടുതൽ കച്ചവടം പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ എടുത്തു എന്ന് വെക്കുക. അപ്പൊ നിങ്ങൾ എടുത്ത വീഡിയോ നിങ്ങൾ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് അവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത്, അവരുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് അവരുടെ അവിടുത്തെ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വിടുകയും ചെയ്ത ഇല്ല. അതിനകത്ത് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, തട്ടിക്കളയും കള്ളപ്പം നീ നമ്മുടെ സ്ഥാപനത്തിനെതിരെ എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാ പറയുന്നേ. FIR അങ്ങനെ കൊടുത്തു നോക്ക്. ഈ FIR ഇടുന്ന എന്തുകൊണ്ടാ? മൈ വേ ബൈ കല്യാണി കൊടുത്ത പരാതിയിന്മേലാണ് ഈ FIR വീണിരിക്കുന്നത്. അപ്പൊ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന വ്യക്തി തന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ സാധനങ്ങളൊന്നും പറയുന്നില്ലല്ലോ. കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതില്ല, ടാബിനകത്ത് എടുത്ത് ഫോട്ടോ എടുത്തെന്നില്ല. അപ്പൊ യൂട്യൂബിൽ പറഞ്ഞതാണോ കള്ളം? പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാണോ കള്ളം? കള്ളവേതാ? ഇതിലേതോ ഒരെണ്ണം അപ്പൊ കള്ളവാ, അല്ലെങ്കിൽ ഏതോ ഒരെണ്ണത്തിൽ സത്യം മൊത്തം പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്നൊരു മാനിപ്പുലേഷൻ ഉണ്ടായി ഇല്ലേ? എനിക്കറിയത്തില്ല എന്താ മാനിപ്പുലേഷൻ എന്നുള്ളത്. അന്ന് ആ വീഡിയോയ്ക്കകത്ത് വളരെ വിശദമായി പറഞ്ഞിട്ട വീഡിയോയ്ക്കകത്ത് നിന്നെ തട്ടിക്കളയും കള്ളപ്പന്നി, കുന്നളം പന്നി എന്ന് കൊച്ചിങ്ങനീഫ് പറയുന്ന പോലെ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ടാബിനകത്ത് ഇരിക്കടാ, ഫോട്ടോ എടുക്കട്ടാ, വീഡിയോ എടുക്കട്ടാ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ പോലീസിന്റെ അടുത്ത് വന്നപ്പോഴത്തേനും സാറെ കുത്തിന് പിടിച്ചു മേടിച്ച് കടപ്പുറമുള്ളി എന്നുള്ള സെറ്റപ്പായി. ഓക്കെ, നമുക്ക് ബാക്കി വായിക്കാം. മറ്റേ ടാബിനകത്ത് എടുത്ത ഫോട്ടോയിലാട്ടോ നമ്മൾ നിർത്തിയേ. ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്ത് പുറത്തു വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ചികിത്സാ ബില്ലുകൾ ചോദിച്ചപ്പോൾ വ്യാജ ബില്ലുകൾ നൽകി യാതൊരുവിധ രജിസ്ട്രേഷനോ യോഗ്യതയോ ഇല്ലാതെ ഒന്നാം പ്രതിയായ, ഞാൻ വീണ്ടും ഒരു സംശയം ചോദിച്ചോട്ടെ, ഫോട്ടോയും വീഡിയോയും മോർഫ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇല്ലേ? അതായത് എന്റെ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, നിന്റെ അടുത്ത ഫോട്ടോയും വീഡിയോ നമ്മുടെ ഉണ്ട്, മോർഫ് ചെയ്ത് ഇട്ടുകളയും ഞാൻ, അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഒറ്റ സെന്റൻസിലുണ്ട് ഇത് ഉടായ്പാണെന്നുള്ള സാധനം. ഒരു ഡോക്ടർ അങ്ങനെ പറയുമോ? അപ്പൊ അവരുടെ ആ സ്ഥാപനത്തിന് എന്ത് നിലനിൽപ്പാണുള്ളത്? നമ്മൾക്ക് ഈ മാർക്കറ്റിംഗിൽ ഒരു സാധനം പഠിക്കാനുണ്ടേ, വേർഡ് ഓഫ് മൗത്ത് എന്നാണ് അതിന്റെ പേര്. അതായത് നമ്മൾക്കൊരു നല്ല എക്സ്പീരിയൻസോ മോശം എക്സ്പീരിയൻസോ ഉണ്ടാവുന്നു. നമ്മൾ ഈ നല്ല എക്സ്പീരിയൻസും മോശം എക്സ്പീരിയൻസും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്ത് അതൊരു പ്രൊമോഷനായി മാറും. മോശമാണെന്നുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ആരും വരില്ല. നല്ലതാണെങ്കിൽ സൂപ്പർ അടിപൊളി കിടക്കച്ച ഫാന്റാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾ വരും. ഇതിലെന്തോന്ന് സംഭവിക്കും? അപ്പോ ഈ ഡോക്ടർ അവിടെ വരുന്ന ആൾക്കാർക്കെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോയും വീഡിയോ എൻ്റെ ഉണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യും ഞാൻ ഉമ്മർ ശോഭേ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നേ. ഈ മോർഫ് ചെയ്ത കേസും നിങ്ങളുടെ ബ്ലോഗിനകത്ത് ഇല്ലായിരുന്നില്ല. അന്നേരം ഈ മോർഫ് ചെയ്ത കേസ്, കുത്തിന് പിടിച്ച് മേടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസ്, ഇതൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പൊ ഇതൊക്കെ എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്ന്? ഇത് എന്തുവാടേ ഇത്? ഫോട്ടോയും വീഡിയോയും മോർഫ് ചെയ്ത് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചികിത്സാ ബില്ല് വെച്ചപ്പോ വ്യാജ ബില്ല് നൽകി. നിങ്ങൾക്ക് ആദ്യം ചികിത്സാ ബില്ല് കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇപ്പൊ കിട്ടി, അത് വ്യാജമാണ്. വ്യാജമാണെന്ന് എങ്ങനെ മനസ്സിലായി? അത് വ്യാജമാണ്. നിങ്ങൾക്ക് തരാത്ത മരുന്നുകളുടെ ബില്ല് തന്നോ? നിങ്ങൾക്ക് തന്ന ബില്ലുകളുടെ MRP റേറ്റിനെക്കാട്ടിലും കൂടുതലാണോ എങ്കിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോകണം. എന്താക്ക ഫോട്ടോയും വീഡിയോയും മോർഫ് ചെയ്യുമെന്ന്? ഇത് 1997 ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ കഥയാണോ എഴുതി വെച്ചിരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. നമുക്ക് ബാക്കി വായിക്കാം കേട്ടോ. ഇനിയാണ് കിടക്കുന്ന സാധനങ്ങളൊക്കെ. യോഗ്യതയില്ലാതെയും ഒന്നാം പ്രതിയായ ഫാത്തിമ ഷെറീഫ് എന്ന ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെറീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ചികിത്സ നടത്തിയ ആവലാതിക്കാരിയുടെ കയ്യിൽ നിന്നും 4,71,000 രൂപ ചതിച്ചു വഞ്ചിച്ച് കൈക്കലാക്കുകയും. ഫുൾ സ്റ്റോപ്പ് ഞാനിട്ട അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പോൾ ആവലാതിക്കാരിയെ നിലൂഫർ എന്നുള്ള വ്യാജ പേര് കൊടുത്തിട്ട് പറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡോക്ടറിന്റെ ശരിക്കുള്ള പേര് ഡോക്ടർ
ഫാത്തിമ ഷെരീഫ് എന്നാണ്. പക്ഷെ ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി എന്നാണ് പറയുന്നത്. ഈ മൈ വേ ബൈ കല്യാണിയുടെ ശരിക്കുള്ള പേരെന്താ? ജീവാലക്ഷ്മി. അപ്പോ ആൾമാറാട്ടം നടത്തി നമ്മളെ പറ്റിച്ച്. അത് കുഴപ്പമില്ല അല്ലേ? അവര് ഈ നിലൂഫർ എന്ന് ഉപയോഗിച്ചാണ് നമ്മൾക്കിപ്പോ നമ്മളെ പ്രശ്നം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ വളരെ പ്രമുഖനായ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ യഥാർത്ഥ നാമം എന്താണ്? ഞാൻ വായിക്കാം. മുഹമ്മദ് കുട്ടി പൻപറമ്പിൽ എന്തോ എന്തോ ഒരു ഇസ്മായിൽ. നമ്മള് മമ്മൂട്ടി ഇക്ക എന്നൊക്കെയല്ലേ വിളിക്കുന്നേ. ആൾമാറാട്ടം, മമ്മൂട്ടി പിടിച്ചകത്തിടണം. അടുത്തത് മോഹൻലാൽ വിശ്വനാഥൻ നായർ, നമ്മൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ആൾമാറാട്ടം, അറസ്റ്റ് ചെയ്യണം. ഗോപാലകൃഷ്ണ പത്മനാഭൻ പിള്ള, ദിലീപ്, അറസ്റ്റ് ചെയ്യണം, അകത്തിടണം. ആൾമാറാട്ടം നടത്തി ജനപ്രിയ നടൻ എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു, അകത്തിടണം. അടുത്തത് അബ്ദുൾ ഖാദർ, പ്രേംനസീർ, എത്തിടാൻ പറ്റത്തില്ല, ആള് ഭൂമിയിലില്ല. ഓക്കെ, പിന്നെ കാർത്തിക മേനോൻ, വാർത്തയിൽ ഉൾപ്പെടെ ഭാവന ഭാവന എന്ന് പറഞ്ഞു, പ്രമുഖ നടിയെന്ന് പറഞ്ഞു. ഭാവന അകത്തിടണം. ഭാവന ഇപ്പൊ കുക്ക് വിത്ത് കോമാളി പോലെ എന്തോ ചോദിക്കാതുണ്ട്. ആൾമാറാട്ടം, ഭാവനെ അറസ്റ്റ് ചെയ്യണം. ധന്യ വീണ, നവ്യ നായർ, നവ്യ നായർ നമ്മൾ അറസ്റ്റ് ചെയ്യും, അത് ഉറപ്പാ. നയൻതാര, ഡയാന മറിയം കുര്യൻ, നയൻതാര. മൊത്തം ഇന്ത്യ മൊത്തത്തിൽ പറ്റിച്ചു, അകത്തിടണം, കൺഫേം ആയിട്ട് അകത്തിടണം. അപ്പോ ഒരാൾ ഒരു പേരിൽ ഫേമസ് ആയതും അയാളെ ആ അപരനാമത്തിൽ അറിയപ്പെടുന്നതും തെറ്റാണോ? ഇതെല്ലാം പോട്ട് മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന പേരും വെച്ചിട്ട് ജീവാലക്ഷ്മി എന്ന് പറയുന്ന ആൾ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നു. അത് 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 നമുക്ക് അർത്ഥല്ലേ? അവര് നിലൂഫർ എന്ന് കൂട്ടിച്ചേർത്താണ് പ്രശ്നം. നമുക്ക് ബാക്കി വായിക്കാം. എവിടെ വരെ നിർത്തിയത്? 4,70,71,000 രൂപ ചതിച്ച് കൈക്കലാക്കി ബില്ലുകളും. ഈ 4,70,71,000 കൊടുക്കുന്നവരെ നിങ്ങൾ പറ്റിക്കപ്പെട്ടോ? ശരി, ഒരു 1,00,000 പോയപ്പോ നമ്മൾ പറ്റിക്കപ്പെട്ട്, 2,00,000 പോയപ്പോഴും പറ്റിച്ച്, 3-4 ലക്ഷം രൂപ പോയപ്പോ പറ്റിച്ച്, 4,70,71,000 രൂപ പോയപ്പോഴും പറ്റിക്കപ്പെട്ടു. നിന്റെ ബുദ്ധി വിമാനം തന്നെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും സമയത്ത് ഈ ബില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്നേരം വ്യാജ ബില്ലായിരുന്നോ? ഓക്കെ, ബാക്കി വായിക്കാം. ആവശ്യപ്പെടുകയും 2ാം പ്രതിയും 3ാം പ്രതികൾ ആവലാതിക്കാരിയെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആവലാതിക്കാരിയുടെ അനുവാദമില്ലാതെ ഫോട്ടോയും വീഡിയോ എടുത്ത് സ്ത്രീ എന്ന നിലയ്ക്ക് ആവലാതിക്കാരിയുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുകയും പ്രതികൾ മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന്. ഇത് നിങ്ങളല്ലേ അവിടെ പോയി മെറ്റാ ക്ലാസ് വെച്ചിട്ട് വീഡിയോ? ഇത് നമ്മൾ ആരുടെ കഥയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? ജീവാലക്ഷ്മിയുടെ കഥയാണോ, നിലൂഫറിന്റെ കഥയാണോ ഇത്? പക്ഷെ ഇതെല്ലാം തിരിച്ചായിരുന്നല്ലോ, ബൾട്ടായിരുന്നല്ലോ സംഭവിച്ചതെല്ലാം. FIR കണ്ട് ഇത് ആരാ സ്ക്രിപ്റ്റ് എഴുതുന്ന ആരാ? ഇത് എന്തൊരു കഥ ഇത്? ഈ കഥ ഒരു സുമാറില്ലല്ല. എനിക്കിത് അങ്ങോട്ട് അത്രക്ക് അങ്ങോട്ട് ട്രസ്റ്റബിൾ അല്ല കേട്ടോ. ഇത് എന്തൊരു സാധനം ഈ പറയുന്നതൊക്കെ? ഒരു ലോജിക്കുള്ള കഥ അടിക്കണ്ടേ? ഇത്രയും നാള് ജീവാലക്ഷ്മിയുടെ പക്ഷത്ത്, മൈ വേ ബൈ കല്യാണി എന്ന ആൾമാറാട്ടം നടത്തിയ ജീവാലക്ഷ്മിയുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചു. ഈ FIR കണ്ട നിങ്ങൾക്ക് തന്നെ തോന്നൂല ഇത് എഴുതി കളിക്കുടുക്ക വന്ന കഥ ഏതാണ്ട് എഴുതി വെച്ചേക്കുന്നതെന്ന്. ഇനി ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ, അന്നേരം തെളിവല്ലോ. അപ്പൊ അവർക്കിപ്പോ ഏതില്ല, മറ്റു സൂത്രമില്ല. എന്താ സൂത്രത്തിന്റെ പേര്? സപ്രട്ടിക്കേഷൻ ഇല്ല. അവര് വ്യാജ ഡോക്ടർ, ഉഡായിപ്പ് എന്ന് പറഞ്ഞ ഉഡായിപ്പ് ഡോക്ടർ എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോ ഈ ഡോക്ടറിനെ കുറിച്ച് ആവലാതിക്കാരി പരത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. കൊതുക് പോലും മലേറിയ പരത്തുന്നതിലും സ്പീഡിലാണ് ഈ കഥകളൊക്കെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തൊരു കഥ ഇത്? അപ്പൊ therefore I am എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ ഭാഗത്താണ് ശരി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീക്രട്ട് ഏജന്റ് മറ്റേ പടത്തിലെ റിവ്യൂ പറയുന്ന മോഹൻലാലിന്റെ മോളുടെ കാര്യമായിട്ട് എടുക്കണ്ട. നമ്മളതൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ജീവലക്ഷ്മിയുടെ FIR പോലീസ് ഇട്ട FIR നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെട്ടത്. പറഞ്ഞുകൊണ്ടിരുന്ന സാധനം പോയി, എന്തെങ്കിലും പുല്ലാട്ടെ. അപ്പൊ ഈ നിലൂഫർ മേഡം, ആൾമാറാട്ടം നടത്തിയ നിലൂഫർ മേഡം കേസ് ഫയൽ ചെയ്യണം, ഡിഫർമേഷൻ ഫയൽ ചെയ്യണം. ഇവർക്കെതിരെ തിരിച്ച് കൗണ്ടർ കേസെങ്കിലും കൊടുക്കണം. ഇത് സത്യസന്ധമായിട്ടുള്ള സാധനങ്ങൾ വരണ്ടേ? അത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ആൾമാറാട്ടം നടത്തിയ കേസിലെ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനായിരുന്ന താങ്കളുടെ ഭർത്താവ്
പോലീസിലാണെന്ന് വ്യാജം പറഞ്ഞു എന്ന് അവിടെ നിലൂഫർ മാഡത്തിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പോ ജീവാലക്ഷ്മി മാഡത്തിന്റെ ഒരു സാധനം വന്നില്ലല്ലോ. ഇത് ആര് ശരിക്കും ഇതിനകത്ത് നമുക്ക് കാര്യം മനസ്സിലായി. ശരിക്കും ആരാ ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിരിക്കുന്നത്? ശരിക്കും സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ. ഓക്കെ, നമുക്ക് നിലവിലത്തെ സാഹചര്യം വരെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവലക്ഷ്മി എന്ന മൈ വേ ബൈ കല്യാണി ഇത് പേഴ്സണൽ ഗ്രഡ്ജായിട്ട് എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഭീഷണിപ്പെടുത്തി, നിന്റെ മോന്തായ ഞാൻ മോർഫ് ചെയ്ത് അവർക്ക് കൊണ്ട് വെക്കും ഞാൻ കച്ച് കള്ളി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാധനം, അത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബ്ലോഗിൽ പറഞ്ഞേനെ, രണ്ട് നിങ്ങളല്ലാതെ ഇട്ട പോസ്റ്റിനകത്ത് പറഞ്ഞേനെ. ഒരു സ്ത്രീയുടെ മോന്തായുടെ പടമുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടും എന്ന് പറയുന്നത് ഒരു സ്ത്രീ നിസാരവൽക്കരിച്ച് കണ്ടോ? പോലീസിന്റെ അടുത്ത് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. മറ്റേ ഡോക്ടറിന്റെ സർട്ടിഫിക്കേഷൻ ഫുള്ള് വ്യാജമാ. റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറത്തിടാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളെ കേസിൽ കിടക്കുക. ഏതായാലും ഈ നിലൂഫർ ദെയർഫോർ ഐ ആം നിലൂഫർ മാഡം, ഫാത്തിമ പേര് മറന്നില്ല, ഇപ്പൊ വ്യാജം ഏതാ ഒറിജിനൽ ഏതാ ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അവരുടെ ഭാഗത്തു നിന്നും ഒരു ശരിയായിട്ടുള്ള റെസ്പോൺസ് വരട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ FIR ഒക്കെ തൂക്കിയ ദേവാണ്, അവര് നേരിട്ട് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. കാരണം എന്തൊക്കെയോ പറയുന്നുണ്ട്, എതിരെ പറയുന്നവർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തൂ. നമ്മൾ ഹൈപ്പും ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിശ്ചയമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. മറ്റൊരു വീഡിയോ കാണുന്നത്.